Hi, what is happening to Air India? Let's talk. See, first of all, ഇതൊരു കംപ്ലൈൻറ്റ് വീഡിയോ അല്ല. നമ്മളുടെയൊക്കെ വേരുകളുള്ള നാട്ടിൻ്റെ ഫ്ലാഗ് കാരിയർ എയർ ഇന്ത്യ ഈസ് ഹാവിങ് ട്രബിൾ സസ്റ്റെയിനിങ് വിത്ത് ദ കറണ്ട് നീഡ്സ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഒട്ടും മീറ്റ് ചെയ്യാത്ത ഒരു ഫ്ലാഗ് കാരിയർ ആയി പോകുന്നു എയർ ഇന്ത്യ. ഞാൻ ഈ ടോപ്പിക് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഇസ് ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട് 2 ദിവസം മുമ്പ് നാട്ടിലോട്ട് പോയി. ബിക്കോസ് ഓഫ് ടെക്നിക്കൽ ഇഷ്യൂ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ വീട്ടിൽ ചെന്നത്. ടെക്നിക്കൽ ഇഷ്യൂ ഈസ് വെരി കോമൺ. അതിപ്പോൾ എയർ ഇന്ത്യയുടെ മാത്രമല്ല, ഏത് ഫ്ലൈറ്റിലും ടെക്നിക്കൽ ഇഷ്യൂസ് കോമൺ ആണ്. ബട്ട് അതിന് ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അവിടെയാണ് പ്രശ്നം. സി, എയർലൈൻ ബിസിനസ്സിൽ കസ്റ്റമർ ഈസ് ദ കിങ്. വെൻ ദേ ആർ ഇൻ ഡിസ്ട്രെസ് ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഓൺ യുവർ എയർലൈൻ. ശരിക്കും പണിപാളും. ഒരു എയർലൈൻ്റെ മുഖച്ഛായ തന്നെ അവർ ആ കസ്റ്റമേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു എയർ ഇന്ത്യ. സോ എൻ്റെ ആ ഫ്രണ്ട് ഒരു ഹോട്ടൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് 2 മണിക്കൂറാണ്. എയർ ഇന്ത്യ പോലെ ഒരുപാട് എയർലൈൻസ് ഈ ലോകത്തുണ്ടല്ലോ, പക്ഷേ എന്തുകൊണ്ട് എയർ ഇന്ത്യ ഈസ് ബിക്കമിങ് മോസ്റ്റ് ഹേറ്റഡ് എയർലൈൻ? 2022 വെൻ വി ഹേർഡ് ദ ന്യൂസ്, ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ മേടിക്കുന്നു. നമ്മളെല്ലാവരും സന്തോഷിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല, അല്ലേ? സി, ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ എയർ ഇന്ത്യ ഇറ്റ്സ് ഇൻ ഇറ്റ്സ് വേഴ്സ്റ്റ് കണ്ടീഷൻ. കസ്റ്റമർ സർവീസ്, ഫ്ലൈറ്റ് ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ്, എല്ലാ കാര്യത്തിലും ഒരു ചെറിയ ഭാഗപ്പിഴകൾ ഉണ്ടാകുന്നുണ്ട്. സോ നമ്മൾ ടാറ്റ ഗ്രൂപ്പ് അത് ഏറ്റെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ ഓക്കെ, പുതിയൊരു റീവാമ്പിങ്, അതിൻ്റെ ചില സൈൻസ് ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു. അവർ ലോഗോ ചേഞ്ച് ചെയ്തു, അവരുടെ എയർക്രാഫ്റ്റ് പെയിൻറ്റ്, അതായത് ലിവറി എന്ന് നമ്മൾ പറയും, എയർക്രാഫ്റ്റ് ലിവറീസ് മാറ്റുന്നു, അവരുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസ് ഒരു ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു. ബട്ട് വി സ്റ്റിൽ ഹാവ് പ്രോബ്ലംസ്. സി, ഒരു എയർലൈനും 100% പെർഫെക്റ്റ് അല്ല. ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം, ചില കസ്റ്റമേഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ കൺസിസ്റ്റൻ്റ്ലി ഒരു എയർലൈൻ ഇങ്ങനെ ബാഡായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഗൾഫിലുള്ളവർക്ക് മനസ്സിലാവും. സി, ഗൾഫ് റൂട്ടിൽ ആണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ പറയുകയുണ്ടായി, ഗൾഫിൽ നിന്ന് വരുന്ന ന്യൂസുകളാണ് ഇതെല്ലാം. ഗൾഫിലെ ഈ ന്യൂസുകൾ എയർ ഇന്ത്യക്കെതിരെ ആക്കുമ്പോൾ അവിടുത്തെ എയർലൈൻസിന് ബെറ്റർ ആണ്. ഓക്കെ, ഐ അഗ്രി, മേ ബി. പക്ഷേ യു ഷുവർ? കാരണം ഈ എയർലൈൻസ് അനുഭവിച്ച കഥകളല്ല നമ്മൾ കേൾക്കുന്നത്, പാസഞ്ചേഴ്സ് അനുഭവിച്ച കഥകളാണ്. US നിന്ന് ഞങ്ങൾ എയർ ഇന്ത്യ എടുക്കുന്നത് ന്യൂയോർക്ക് അല്ലെങ്കിൽ ന്യൂയോർക്ക് ഏരിയയിൽ നിന്നാണ്. വെസ്റ്റ് കോസ്റ്റിലുള്ളവർക്ക് സാൻ ഫ്രാൻസിസ്കോ ഒക്കെയാണ് അവരുടെ എയർ ഇന്ത്യ ഹബ്. ആൻഡ് ഐ ബിലീവ് there is one for Chicago too. പക്ഷേ ഈ പറയുന്ന ഫ്ലൈറ്റുകളും അത്ര നല്ലതൊന്നുമല്ല. സി, നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഈ എയർക്രാഫ്റ്റ്സ് മോശമാണ്, ആംറസ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, സ്ക്രീൻസ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത്. 1-2 യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ 1-2 കസ്റ്റമേഴ്സിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, മറ്റുള്ളവർക്ക് പ്രശ്നമില്ല എന്നല്ല അവർ പറയുന്നത്. എവ്രിബഡി അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു 5 വട്ടം എയർ ഇന്ത്യ എടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 3 വട്ടമെങ്കിലും ദേ ഹാഡ് ബാഡ് എക്സ്പീരിയൻസ്. അത് ശരിക്കും പാസഞ്ചേഴ്സിൻ്റെ പ്രശ്നമാണോ, അതൊരു ബാഡ് പബ്ലിസിറ്റിയുടെ പ്രശ്നമാണോ, അതോ is there something wrong with Air India? So what can Air India do? 3 main focus areas: flight operations, maintenance and customer service. നമുക്ക് ആദ്യം ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് പറയാം. സി, ഒരു എക്വിപ്മെൻറ്റ് ചേഞ്ച്, ലാസ്റ്റ് മിനിറ്റ് എക്വിപ്മെൻറ്റ് ചേഞ്ചസ് ഇസ് നോർമൽ ഇൻ എയർലൈൻ ഇൻഡസ്ട്രി. ഒരു ഫ്ലൈറ്റിൽ ഇന്ന് ഒരു ഫ്ലൈറ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ അതിൻ്റെ ലാൻഡിംഗ് ഗിയറിൽ ഒരു പ്രശ്നം കണ്ടുപിടിച്ചു. ഉടനെ തന്നെ ആ സെയിം മോഡൽ എയർക്രാഫ്റ്റ് ഷുഡ് ബി എ സ്പെയർ. അതൊരു ഡൊമസ്റ്റിക് റൗട്ട് ആണെങ്കിൽ ഓക്കെ, ഒരു സ്പെയർ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചാൻസ് കുറവാണ്. ബിക്കോസ് ഇതിൽ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇതുപോലെ പോകുന്നുണ്ട്. സോ ഒരു സ്പെയർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ദേ പ്രോബ്ലി ഹാവ് ടു വെയിറ്റ് ഫോർ അനദർ എയർപ്ലെയിൻ. പക്ഷേ ഇൻ്റർനാഷണൽ റൂട്ട്സ്, എസ്പെഷ്യലി ടു മിഡിൽ ഈസ്റ്റ്, അങ്ങനെയല്ല. ദേ ഷുഡ് ഹാവ് എ സ്പെയർ എയർപ്ലെയിൻ റെഡി ടു ഗോ. അത് ഒരു സ്പെയർ പ്ലെയിൻ മതി. സി, എയർക്രാഫ്റ്റ് പുതുതായിട്ട് മേടിക്കാനും അത് കൊണ്ടു നടക്കാനും ഓക്കെയാണ്. പക്ഷേ വെൻ യു ആക്ച്വലി നീഡ് ദി എയർക്രാഫ്റ്റ് അത് അവൈലബിൾ അല്ലെങ്കിൽ then what is the point? Scheduling department and dispatch departmental ശരിക്കും പണി വേണം, നല്ല വർക്ക് വേണം. You should focus on scheduling and dispatch. ഡെയിലി ഫ്ലൈറ്റ്സിൻ്റെ എമൗണ്ടുകൾ കുറച്ചാണെങ്കിലും you should focus on scheduling and dispatch. അടുത്തത് മെയിൻ്റനൻസ്. വെരി കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ബിക്കോസ് നമ്മൾ കസ്റ്റമേഴ്സ് കാണുന്ന കാര്യങ്ങൾ, കാർപ്പറ്റ് ഇസ് ഡേർട്ടി, ആംറസ്റ്റ് ഇസ് ബാഡ്, സ്ക്രീൻ
കേടായിരിക്കുന്നു, ലാബറട്ടറീസ് ഔട്ട് ഓഫ് ഓർഡർ. യു നോ വാട്ട് ദാറ്റ് റിഫ്ലക്ട്സ്? ഈ നമ്മൾ കസ്റ്റമേഴ്സ് കാണാത്ത കാര്യങ്ങളല്ലേ, അതായത് എൻജിൻ, ലാൻഡിംഗ് ഗിയർ, ഹൈഡ്രോളിക്സ്, കൺട്രോൾ സർഫസസ്, ഓവറോൾ ഫ്യൂസലാജ് പ്രോബ്ലംസ്, ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ? ഒരു എയർക്രാഫ്റ്റിനെ പറ്റിയോ ഒരു എയർലൈനെ പറ്റിയോ അറിയാത്തൊരു കസ്റ്റമർ ലാബറട്ടറി ഔട്ട് ഓഫ് ഓർഡറും ഈ ആംറസ്റ്റ് ബ്രോക്കൺ ആയിരിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സാധാരണ ചോദ്യമാണ്, വാട്ട് അബൌട്ട് ദി അതർ സൈഡ് ഓഫ് ദി എയർക്രാഫ്റ്റ്? ഈ എയർക്രാഫ്റ്റിൽ ഞാൻ കാണാത്ത ഭാഗം നന്നായിട്ടാണോ ഇരിക്കുന്നത്? സോ ഓവറോൾ റെപ്യൂട്ടേഷൻ ഡ്രോപ്സ്. സി, മെയിൻ്റനൻസിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ എയർക്രാഫ്റ്റ് കൻ നോട്ട് ബി ബ്രോക്കൺ ഫോർ മോർ ദാൻ കപ്പിൾ ഡേയ്സ്. ഒരു സിനാരിയോ പറയാം. ഞാൻ ഇവിടുന്ന് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ഞാനിരുന്ന സീറ്റിൻ്റെ ആംറസ്റ്റ് ബ്രോക്കൺ ആണ്. അത് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റിനോട് പറയുന്നു. അവരത് നോട്ട് ചെയ്ത് അത് ബേസിൽ ചെല്ലുമ്പോൾ ഇന്ന റോയിലെ ഇന്ന സീറ്റിൽ ആംറസ്റ്റ് ബ്രോക്കൺ ആണ്. സി, ഒരു റെസ്പോൺസിബിൾ മെയിൻ്റനൻസ് ക്രൂ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദാറ്റ് ആംറസ്റ്റ് റൈറ്റ് അവേ. കാരണം ഇറ്റ്സ് എ 777. ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റ് ഇസ് എ 777 ആൻഡ് ദാറ്റ്സ് യൂസ്ഡ് ഫോർ ലോങ് ഹോൾ ഫ്ലൈറ്റ്. സോ അടുത്ത ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് ഹോൾ. സോ അനദർ പേഴ്സൺ ഒരു 14 മണിക്കൂർ പിന്നെയും ബ്രോക്കൺ ആംറസ്റ്റിൽ നടക്കണം. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് വേ ഓഫ് മെയിൻറ്റെയിനിങ് എൻ എയർക്രാഫ്റ്റ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ ഓഫ് ഷോയിങ്, ഹേ, വി ടേക്ക് യു ഗൈസ് സീരിയസ്ലി. അതൊരു ആംറസ്റ്റ്, ഓക്കെ, ഐ ക്യാൻ ലിവ് വിത്തൗട്ട് എൻ ആംറസ്റ്റ്. ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, 14 മണിക്കൂർ ഇരിക്കേണ്ട ഒരു ഫ്ലൈറ്റിലെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഐപാഡോ ഒരു ലാപ്ടോപ്പോ ഒന്നുമില്ല എങ്കിൽ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ആളുടെ മൂവി കാണേണ്ടി വരും. സി, ദാറ്റ്സ് നോട്ട് എ ഗുഡ് വേ ഓഫ് ഷോയിങ് ദറ്റ് യു ആർ എ സീരിയസ് എയർലൈൻ. അതാണ് ഈ റെപ്യൂട്ടേഷൻസ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിക്ക് ചെല്ലുന്ന ഫ്ലൈറ്റ് ഈസ് ഗോയിങ് ടു എ മെയിൻ്റനൻസ് ഹബ്. അടുത്ത തവണ അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് റിപ്ലേസ് ഇറ്റ്. ദാറ്റ് ബ്രിങ്സ് ടു അനദർ പോയിന്റ്, സ്പെയർ പാർട്സ്. എയർലൈൻ ബിസിനസ് ഈസ് എൻ എക്സ്പെൻസീവ് വൺ. അത് ചുമ്മാ ഒരു പിള്ളേർ കളിയല്ല. യു ഹാവ് ടു ഹാവ് പാർട്സ്, യു ഹാവ് ടു ഹാവ് മെയിൻ്റനൻസ് ക്രൂ ആൻഡ് ദെയർ സ്കെഡ്യൂളിംഗ് ഇൻ പ്രോപ്പർ ഷേപ്പ്. അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്രംബിൾ ഡൗൺ ചെയ്യും. സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ശരിക്കും നോക്കേണ്ട ഒരു മേഖലയാണ്. പിന്നെ ക്യാബിൻ ക്ലീനിങ്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, പാസഞ്ചേഴ്സിനെ ഇറക്കി, അടുത്ത പാസഞ്ചേഴ്സ് കയറി ഡോർ അടച്ച് ആ ഗേറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ടൈമാണ് ടേൺ അറൗണ്ട് ടൈം. വെരി ബിസി റൂട്ടാണെങ്കിൽ ആൻഡ് മൾട്ടിപ്പിൾ ഫ്ലൈറ്റ്സ് ഉള്ളൊരു റൂട്ടാണെങ്കിൽ ഇറ്റ് കുഡ് ബി hour and a half. 1 hour കൊണ്ട് the cabin should be clean. It is possible with more people. See, ഒരു ക്യാബിൻ ക്ലീൻ ചെയ്യാനായിട്ട് IAS-കാരുടെ ആവശ്യമില്ല. 12th സ്റ്റാൻഡേർഡ് പാസ്സായ ഒരാൾക്കോ 10th സ്റ്റാൻഡേർഡ് പാസ്സായ ഒരാൾക്കോ ചെയ്യാവുന്നൊരു ജോലിയാണ് ക്യാബിൻ ക്ലീനിങ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ഫോക്കസ്ഡ്. അത് ഫോക്കസ് ആവണമെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ പൈലറ്റ്സ്, ക്യാബിൻ ക്രൂ ആൻഡ് മെയിൻ്റനൻസ് ക്രൂ ഇവർ കാണാത്ത ലോകമാണ് ക്യാബിനിലുള്ള പാസഞ്ചേഴ്സ് കാണുന്നത്. And if they see a dirty seat, a dirty tray table, or a dirty carpet, see, that is bad reputation for you. Clean it. Should have a process to clean it. ഒരു പ്രൊസീജിയർ ഉണ്ടാവണം ക്ലീൻ ചെയ്യാൻ. Hey, I'll from front to the back focus on the carpets. From back to forward focus on the tray tables and other miscellaneous items. Pick up the trash. See, it's a simple process. ഒരു ക്യാബിൻ ക്ലീൻ ചെയ്യാൻ it's a simple process. ഓക്കെ, ഇൻഡെപ്ത് ക്ലീനിങ് ഷുഡ് ബി ഡൺ അറ്റ് എൻ A check or B check. പക്ഷേ ഒരു റെഗുലർ വാക്യൂമിങ് ആൻഡ് ട്രാഷ് പിക്കപ്പ് ഷുഡ് ബി ഡൺ അറ്റ് എ ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹ്യൂജ്. കസ്റ്റമർ സർവീസ്. സി, കസ്റ്റമർ ഇൻട്രാക്ഷൻ, നമ്മളത് ഒരു ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാൽ പറയാവുന്നൊരു കാര്യമാണ്. ഒരു കസ്റ്റമർ ഇൻട്രാക്ഷൻ ഷുഡ് ബി as loyal and polite as possible. Because ആ കസ്റ്റമറിനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിടുന്നതിനെക്കാട്ടി അതേ ഒരു ഫ്ലൈറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കസ്റ്റമർ ആ പ്രോഡക്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ നല്ലൊരു ഇംപ്രഷൻ കൊടുക്കുന്നതാണ്. ആ ബിസിനസ്സിൻ്റെ സസ്റ്റൈനബിലിറ്റി അവിടെയാണ്. ആ കസ്റ്റമറിനെ കൊണ്ടൊരു ഫ്യൂച്ചർ ഗ്യാരണ്ടി ചെയ്യാൻ ആ പ്രോഡക്റ്റിന് സാധിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു എയർലൈന് സാധിച്ചില്ല എന്നേ പറയാൻ പറ്റും. സോ കസ്റ്റമർ ഇൻട്രാക്ഷൻ ഷുഡ് ബി ഡൺ. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ പറയാം, കസ്റ്റമർ ഇൻട്രാക്ഷൻസും കസ്റ്റമർ സർവീസും ഈ പറയുന്ന റാമ്പ് ഓപ്പറേഷൻസും ബാഗേജ് സർവീസസും ഗേറ്റ് ഏജൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എയർ ഇന്ത്യ സാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്, ഏതൊരു കമ്പനിയാണ്. 50-50 ഷെയറിലുള്ള എയർ ഇന്ത്യയുടെയും സാറ്റ്സിൻ്റെയും തമ്മിലുള്ള ഒരു 50-50 പാർട്ണർഷിപ്പിലുള്ള ഒരു കമ്പനിയാണ്. വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ് ആർ യു ഡൂയിങ്? ഒരു ഗേറ്റ് ഏജൻറ്റ് പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ട്രെയിനിങ് ആണ് നടത്തുന്നത്? പക്ഷേ എബോവ് ഓൾ
now I'm going to talk to the passengers. Guys, ഗേറ്റ് ഏജൻറ്റ്സ് മനുഷ്യരാണ്. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിലും പരിമിതിയുണ്ട്. സോ നിങ്ങൾ ചെന്നിട്ട് നാട്ടിലെ ബഹളം വെക്കുന്ന പരിപാടിയില്ലേ, അത് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഗോ എനിവെയർ. സി, അവരും ജോലി ചെയ്യാൻ നിൽക്കുകയാണ്, നമ്മളും ഒരു കസ്റ്റമർ, ആസ് എ കസ്റ്റമർ നമ്മുടെ റൈറ്റ്സിനായി നമ്മളും ഫൈറ്റ് ചെയ്യുകയാണ്. അവർ ജോലി ചെയ്യാനായിട്ടുള്ള അവരുടെ കേപ്പബിലിറ്റിയിൽ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാനായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്ന കാര്യങ്ങളിലല്ല. സോ ആ ടൈമിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. അതിനുള്ള ട്രെയിനിങ് എയർ ഇന്ത്യ സാറ്റ്സും ചെയ്യണം. അതിനുള്ള ഒരു ചെറിയ സിവിക് സെൻസ് പാസഞ്ചേഴ്സും കാണിക്കണം. എഗെയിൻ ഞാൻ പറയുകയാണ്, ഇതാരെയും ഒഫൻഡ് ചെയ്യാനോ ഒരു കാര്യത്തിനോ വേണ്ടിയിട്ടല്ല. ഐ വിൽ നെവർ എക്സ്പെക്ട് എയർ ഇന്ത്യ ടു ഫെയിൽ. എയർ ഇന്ത്യ ഷുഡ് ബി അവർ ഫ്ലാഗ് കാരിയർ. പക്ഷേ ഗവൺമെൻറ് കൊടുത്ത ഒരു ബ്രോക്കൺ പീസ്, അതാണ് ടാറ്റയ്ക്ക് കിട്ടിയ എയർ ഇന്ത്യ. ആൻഡ് അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഫ്ലൈറ്റിനോടൊരു ഇഷ്ടമുണ്ടായതുകൊണ്ടും എൻ്റെ കുഞ്ഞറിവിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഹോപ്പിംഗ് സംബഡി ഫ്രം എയർ ഇന്ത്യ വാച്ചസ് ദിസ് ആൻഡ് maybe they already have a plan, and I'm really hoping that Air India succeeds, because that's what it's lacking. The passion for this industry is lacking. I hope that the officials of Air India keeps it up, that passion. Thank you.